ഒരു ദ്വീപില് പെട്ടുപോയ ഇയാൾക്ക് അവിടെ നിന്ന് കുറച്ച് തേങ്ങ കിട്ടാണ്. ഉടനെ അതെടുത്ത് അയാൾ തൊട്ടടുത്തുള്ള ഒരു പാറയിൽ വെച്ച് ഇടിക്കാൻ തുടങ്ങി. എന്ന് എത്ര ഇടിച്ചിട്ടും ആ തേങ്ങ പൊട്ടിയതേയില്ല. സംഭവം അയാൾ ഒരുപാട് ദിവസമായിട്ട് ആ സ്ഥലത്ത് ട്രാപ്പായി കിടക്കുകയാണ്. അവിടെ നിന്ന് ഇതുവരെ അയാളൊന്നും കഴിച്ചിട്ടുമില്ല. അങ്ങനെ നോക്കി നോക്കി അവസാനം കിട്ടിയ തേങ്ങയാണത്. അങ്ങനെ അത് പൊട്ടിച്ച് അതിനുള്ളിലെ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചാല് തേങ്ങ പൊട്ടുന്നതുമില്ല. ഉടനെ അയാൾ പാറപ്പുറത്ത് തേങ്ങ എടുത്ത് വെച്ചിട്ട് വേറൊരു കല്ലെടുത്ത് തേങ്ങയെ ഇടിക്കുന്നു. പക്ഷെ അപ്പോഴും തേങ്ങ പൊട്ടിയില്ല. അടിച്ച കല്ല് പൊട്ടിപ്പോവാണ്. അങ്ങനെ പൊട്ടിയ കല്ല് നോക്കിയാല് കത്തി പോലെ ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്നു. ഉടനെ അയാൾ അത് വെച്ച് തേങ്ങ പൊട്ടിച്ച് ഉള്ളിലെ വെള്ളം കുടിച്ച് ദാഹം മാറ്റുന്നു. പക്ഷെ ദിവസങ്ങളായിട്ട് ഒന്നും കഴിക്കാത്തോണ്ട് വിശപ്പടക്കാൻ പറ്റാതെ അയാൾ കടലിൽ മീൻ പിടിക്കാനായിട്ട് നോക്കുന്നു. അതിന്റെ കടലിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് പാറയിലൊക്കെ കാലുകൊണ്ട് മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. അതുകൊണ്ട് അയാൾ മുട്ടിന് താഴേക്ക് ഇറങ്ങി നിൽക്കുന്ന പാന്റിന്റെ തുണി കട്ട് ചെയ്ത് കാലിലൊരു ചെരുപ്പ് പോലെ കെട്ടിവെച്ചിട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അയാൾ മലയുടെ മേളിൽ പോയി നോക്കുകയാണ്. നോക്കുമ്പോ കണ്ണെത്തും ദൂരം വരെയും ഒരു ബോട്ട് പോലും കാണാനില്ല. ശേഷം മലമോളിൽ നിന്ന് താഴേക്കൊന്ന് കുനിഞ്ഞു നോക്കിയതും കടലിലാരും പൊങ്ങിക്കിടക്കുന്നത് കാണുന്നു. പെട്ടെന്ന് അയാളോട് താഴേക്ക് ചെന്ന് അത് ആരാണെന്ന് നോക്കുകയാണ്. അത് ശരിക്കും അവൻ ട്രാവൽ ചെയ്ത ഫ്ലൈറ്റിന്റെ പൈലറ്റ് ആയിരുന്നു. സംഭവം ഇടയ്ക്ക് വെച്ച് ഫ്ലൈറ്റ് ക്രാഷ് ആയി അത് കടലിലേക്ക് വീഴായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ അയാളെ ഡെഡ് ബോഡി കരക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് പൈലറ്റിന്റെ കാലിൽ കിടന്ന ഷൂസും ടോർച്ചും ഒക്കെ എടുത്തിട്ട് മരണാനന്തര ക്രിയകളൊക്കെ ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ട് പേരും ഡേറ്റും ഒക്കെ ഒരു പാറയിൽ എഴുതി വെക്കുന്നു. അങ്ങനെ രാത്രിയാവാണ്. നോക്കുമ്പോ ദൂരത്തിൽ ഒരു കപ്പല് പോകുന്നത് കാണുന്നു. ഉടനെ അവൻ അവിടെ നിന്ന് ഉച്ചത്തില് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷെ എത്ര വിളിച്ചിട്ടും ആരും അവനെ കണ്ടില്ല. ശേഷം പിറ്റേന്ന് അവൻ കിട്ടിയ ഒരു ലൈഫ് ബോട്ട് എടുത്ത് ആ ദ്വീപിൽ നിന്ന് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ വലിയ തിരകൾ വന്ന് അവനെ വീണ്ടും ആ ദ്വീപിലേക്ക് തന്നെ എത്തിക്കുകയാണ്. അങ്ങനെ ഇരിക്കവേ അവന് കടൽക്കരയിൽ നിന്ന് ഒരു ബോൾ കിട്ടുന്നു. അതിൽ അവനൊരു മനുഷ്യന്റെ ഫേസ് വരച്ചു വെച്ചിട്ട് അതിന്റെ കൂടെ സംസാരിച്ച് അവിടെ തന്നെ ജീവിക്കാൻ തുടങ്ങി.